കോഴിക്കോട് കക്കയം ഡാമിലാണ് കടുവ എത്തിയത്. അവിടെ ബോട്ട് യാത്ര നടത്തുകയായിരുന്ന വിനോദസഞ്ചാരികൾ ഈ കടുവയെ കണ്ടു. ഈ ശബ്ദം കേട്ടതോടെ കടുവ കാട്ടിലേക്ക് തന്നെ ഓടി മറഞ്ഞു എന്നാണ് ആ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. ഇവിടെ പുലി ഇറങ്ങിയതാണ് പ്രശ്നം, അവിടെ കടുവ ഇറങ്ങിയതാണ് പ്രശ്നം. കടുവയിലേക്ക് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ഒന്ന് ചേരുന്നുണ്ട്. നമ്മള് ദൃശ്യങ്ങൾ കണ്ടു, കടുവ അവരെ ഒന്ന് പേടിപ്പിച്ചു. കടുവ ഇറങ്ങാനുണ്ടായ സാഹചര്യം, കടുവ പ്രകോപിതനാണോ എന്നൊക്കെയുള്ള കടുവ കാട്ടിലേക്ക് ഓടിപ്പോയി. എന്നാലും നമുക്ക് വിശേഷങ്ങൾ അറിയണം. അപ്പൊ സമീറ, എന്താണ് സംഭവിച്ചത്? ഈ കടുവ അപ്പൊ ആ പരിസരത്തുണ്ട്, അതുകൊണ്ട് കക്കയം ഡാമിന്റെ പരിസരത്ത് വരുന്ന വിനോദസഞ്ചാരികളൊക്കെ ജാഗ്രത പാലിക്കണമെന്നായിരിക്കുമല്ലോ വനം വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ്, അല്ലേ? SKN വിജയകുമാർ, തീർച്ചയായും അത്തരം ഒരു മുന്നറിയിപ്പ് തന്നെയാണ് വനം വകുപ്പ് നൽകുന്നത്. കക്കയം ഡാമിലാണ് ഈ കടുവ എത്തിയത്. സഞ്ചാരികൾ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് അത് പുലിയാണോ കടുവയാണോ എന്നുള്ള ഒരു സംശയം തോന്നി. തുടർന്ന് ഈ ബോട്ട് ആ കടുവ സഞ്ചരിക്കുന്ന ഭാഗത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ പോയി. ആ വേളയിൽ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഈ സഞ്ചാരികൾ ഫോണിൽ എടുക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിനിടയിലാണ് വളരെ അടുത്തെത്തിയതോടെ അതിൻ്റെ ശബ്ദം കൂടി കേട്ടതോടുകൂടിയാണ് ഈ കടുവ കാട്ടിലേക്ക് ഓടി മറിഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് കടുവയാണ് എന്നുള്ള കാര്യം ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെ ഗൈഡ് കൂടി ഉണ്ടായിരുന്നു. സലോമി എന്ന് പറയുന്ന ഗൈഡാണ് കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ കടുവയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും അതുപോലെ തന്നെ കടുവയെ കണ്ടു എന്നുള്ള കാര്യം അദ്ദേഹം ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഭാഗത്തേക്ക് വരുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യം വനം വകുപ്പും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പും കൂടി അറിയിക്കുന്നത്. വൈദ്യുതി ബോർഡിൻ്റെയും അതുപോലെ KCBയുടെയും അതുപോലെ തന്നെ ജലവിഭവ വകുപ്പും കൂടി ചേർന്നിട്ടുള്ള ആ ഡാമിൻ്റെ ഭാഗത്താണ് ഇത്തരം ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെങ്ങളിലൊക്കെ തന്നെ കാട്ടുപോത്തിനെയും കാട്ടാനെയും ഒക്കെ കാണാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കടുവയെ കാണുന്നത് അപൂർവമാണ്. എന്തായാലും ഈ സഞ്ചാരികൾ എത്തുമ്പോൾ അതൊരു ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വനം വകുപ്പും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാര്യമായ ജനവാസ മേഖലയിലേക്ക് ഇവ ഇറങ്ങാറില്ല. പക്ഷേ അവറ്റ ഇര തേടി ഇത്തരത്തിൽ ഈ കക്കയം ഡാം സൈറ്റിലേക്കും അതുപോലെ തന്നെ ആ സമീപത്തുള്ള വനമേഖലയിലും സ്ഥിരമായി കടുവ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഒരു ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം വനം വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. SKN വിജയകുമാർ.